വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞില്ല. തുടർച്ചയായ 3-ാം ദിവസവും കടുവ ആടിനെ കൊന്നു. ഇന്നലെ രാത്രി 11:30-ഓടെ തൂപ്ര സ്വദേശി ചന്ദ്രന്റെ ആടിനെയാണ് കടുവ പിടികൂടിയത്. ആടിക്കൊല്ലി വെള്ളക്കെട്ടിലെ കർഷകനായ പീറ്ററും ഭാര്യയും കടുവയെ കണ്ടതിനെ തുടർന്ന് ഈ മേഖലയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പിന്നീട് കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുൽപ്പള്ളിയിൽ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അപ്പം അടിയന്തരമായിട്ട് കടുവയെ പിടിക്കുക എന്നുള്ള ഒരു ദൗത്യം അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ആളുകൾ വളരെ രോഷാകുലരാണ്. പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാം എന്നുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്ത നടപടി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ കടുവയെ ഒന്നല്ലെങ്കിൽ കൂട്ടിക്കയറ്റുക അല്ലെങ്കിൽ മയക്കുപിടി വെക്കുക. ആ ഒരു നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടിലെ ആളുകൾക്ക് പറയാനുള്ളത്. അങ്ങോട്ട് മാറിപ്പോയി ഈ ചാലിലേക്ക് ഇറങ്ങിപ്പോയി. എങ്ങനെയായിരുന്നു അത്? നടന്ന് വളരെ സ്ലോയിലാണ് നടന്നു വന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതല്ലേ, ശരിക്കും എത്ര ഭയങ്കര വലിപ്പമുള്ള ഒരു മീഡിയം വലിപ്പമുള്ളൂ, അധികം വലിപ്പം എന്ന് പറയാനില്ല സാധനം. പിന്നെ ശരിക്കും കാണാൻ കഴിയും. അതെ. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഇപ്പോൾ വനം വകുപ്പിന്റെ അടുത്ത നീക്കം എന്താണ്? ഇപ്പോൾ ജനങ്ങൾ വലിയ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. തുടർച്ചയായി കടുവ ഈ മേഖലയിൽ നാട്ടിലിറങ്ങുന്നു, വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നു. അപ്പോൾ ഇതിന്റെ സാന്നിധ്യം അവിടെ ഉറപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും വനം വകുപ്പ്? അവർക്കൊരു പ്ലാൻ ബി ഉണ്ടോ? വിജയകുമാർ, ഇവിടത്തെ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള തിരച്ചിൽ, സന്നാഹത്തോടുകൂടിയുള്ള തിരച്ചിലെല്ലാം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. ഏറ്റവും ഒടുവിൽ ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8, 9, 11 പുൽപ്പള്ളി പഞ്ചായത്തിൽ 8, 9, 11 വാർഡുകളിലാണ് ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഈ കടുവ ഏത് നിമിഷവും ഇറങ്ങി വരാം എന്നുള്ള ആ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, കൂട്ടമായ ആളുകൾ സഞ്ചരിക്കരുത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂട്ടം കൂടി നിൽക്കരുത് എന്നുള്ള ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. കാരണം ഈ മിഷനെ ഇത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിരോധനാജ്ഞ എന്നുള്ള തലത്തിലേക്ക് ഈ ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്. ഇന്നലെയും കടുവ ഒരു ആടിനെ പിടിച്ചു. തുടർച്ചയായി 3-ാം ദിവസം ഒരാഴ്ചക്കിടെ 5-ാമത്തെ ആടിനെയാണ് കടുവ പിടികൂടി കൊല്ലുന്നത്. അതായത് ഈ ഏറ്റവും ഒടുവിൽ പിടികൂടിയത് തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചന്ദ്രൻ എന്ന് വിളിക്കുന്ന ആളുടെ വീട്ടിലെ മുട്ടനാടിനെയാണ് പിടികൂടിയത്. ഈ ആടിനെ പിടികൂടി കൊന്നിടുകയായിരുന്നു. അവിടേക്ക് ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അതിനെ മയക്കുവെടി വെക്കാനുള്ള നീക്കം നടത്തി. പക്ഷേ അത് 2 തവണ വന്നു പോയെങ്കിലും ഉചിതമായൊരു സന്ദർഭമായില്ല. അതുകൊണ്ട് തന്നെ ആ കടുവ അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ വനംവകുപ്പിന്റെ റഡാറിൽ നിന്ന് അകന്നു. രാവിലെയാണ് മറ്റൊരു വിവരം കൂടി ലഭിക്കുന്നത്. രാവിലെ പീറ്റർ എന്ന് പറയുന്ന തൊട്ടു താഴെയുള്ള ഈ ആടിക്കൊല്ലി വെള്ളക്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കടുവയുടെ സാന്നിധ്യം ഒരു തോട്ടത്തിൽ പുല്ലരിയാൻ പോയ പീറ്ററും ഭാര്യയും നേരിട്ട് കണ്ടു. അതിൻ്റെ പകപ്പ് എപ്പോഴും അവർക്ക് വിട്ടുമാറിയിട്ടില്ല. അവർ നേരിട്ട് ആ കടുവയെ കണ്ടതാണ്. അങ്ങനെ കടുവ പോകുന്ന ആ പോകുന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഡോക്ടർ രാജേഷ് മോഹൻദാസും സംഘവും ഉടൻ തന്നെ ആ മേഖലയിലേക്ക് തിരച്ചിൽ നടത്തി. ഡ്രോൺ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തി. പക്ഷേ കടുവ ഈ വനംവകുപ്പിന്റെ റഡാറിൽ നിന്ന് അകന്നു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും രാത്രിയിൽ ഇനിയും ഇത്തരത്തിൽ ആടുകളെ ഉൾപ്പെടെ പിടികൂടാനുള്ള സാധ്യത വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. കാരണം അത് ഏറ്റവും ഒടുവിൽ ഈ കടുവ വേട്ടയാടി ഭക്ഷണം കഴിച്ചത് അത് 9-ാം തീയതിയാണ്. അതിനുശേഷം അതിന് ഇര കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. അതിന് അത്യാവശ്യം പരിക്കുള്ള ഒരു കടുവയാണ്. അതിൻ്റെ കാലിനുൾപ്പെടെ പരിക്കുണ്ട്. 13 വയസ്സാണ് പ്രായം. അതുകൊണ്ട് തന്നെ വാർദ്ധക്യം എന്നുള്ള തലത്തിലേക്ക് ഈ കടുവ മാറിയിട്ടുണ്ട്. എന്തായാലും അതിനെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നു വനംവകുപ്പ്. ഇപ്പം തന്നെ നാട്ടുകാർ പറയുന്നത് ഏത് വിധേനയും ഇതിനെ പിടികൂടണം, ഇവിടെ നിന്നും മാറ്റണം. പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. വിജയകുമാർ, പുൽപ്പള്ളിയിൽ 8, 9, 11 വാർഡുകളിൽ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കടുവയുടെ സാന്നിധ്യം ഏറെക്കുറെ ഉണ്ടായ മേഖലകളിലാണ് ഇപ്പോൾ കൂടുതൽ നടപടിയിലേക്കൊക്കെ പോകുന്നത്. വനം വകുപ്പ് ഇന്നും തെരച്ചിൽ തുടരുകയാണ്. പക്ഷേ കടുവ എവിടെ എന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.